നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ കഴിഞ്ഞതോടെ സ്വദേശിവത്കരണ നടപടികൾ കടുപ്പിക്കുകയാണ് UAE. ഇതിന്റെ ഭാഗമായി നിശ്ചിത ശതമാനം സ്വദേശിവത്കരണം UAEയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ജൂലൈ മുതൽ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. ഈ വർഷം നടപ്പിലാക്കേണ്ട 1% സ്വദേശിവത്കരണം സ്ഥാപനങ്ങൾ ജൂൺ 30-നകം പൂർത്തിയാക്കണം. 50 മുതൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% സ്വദേശികളെ നിയമിക്കണം എന്നാണ് നിർദ്ദേശം. 1% ജൂണിലും 1% ഡിസംബറിലും പൂർത്തിയാക്കണം. നിയമിക്കാതിരിക്കുന്ന ഓരോ എമിറാത്തിക്കും 42,000 ദിർഹം വീതമാണ് പിഴ അടക്കേണ്ടി വരിക. ജൂലൈ മുതൽ ഓരോ മാസവും 7,000 ദിർഹം വീതം കണക്കാക്കി വർഷാവസാനം വരെയുള്ള തുകയാണിത്. പിന്നീട് 2026 വരെ ഓരോ വർഷവും 1000 ദിർഹം വീതം വർദ്ധിപ്പിച്ച് ഫൈൻ അടക്കേണ്ടതായും വരും. സ്വകാര്യ മേഖലയിൽ സ്വദേശി യുവക്കൾക്ക് ജോലി ലഭ്യമാകുന്ന പദ്ധതിയാണ് നാഫിസ്. 2022 ആരംഭിച്ച പദ്ധതി പ്രകാരം വർഷത്തിൽ 2% സ്വദേശികളെ നിയമിക്കണം. ഈ വർഷം അത് 4%, 2024 6%, 2025 8%, 2026 10% എന്നിങ്ങനെയാണ് അനുപാതം. നിയമനത്തിന് വർഷാവസാനം വരെ കാത്തുനിൽക്കുന്ന പ്രവണത അവസാനിപ്പിക്കാനാണ് 6 മാസം കൂടുമ്പോൾ 1% നിയമനം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. സമയബന്ധിതമായി അനുപാതം പൂർത്തിയാക്കി പിഴവിൽ നിന്ന് ഒഴിവാകണമെന്ന് പദ്ധതി ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഐഷ ബെൽഹർഫിയ പറഞ്ഞു. കഴിഞ്ഞ വർഷം 28,700 സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. മികച്ച പരിശീലനം നൽകിയാണ് സ്വദേശികളെ സ്വകാര്യ മേഖലാ ജോലിക്ക് പ്രാപ്തരാക്കുന്നത്. ആരോഗ്യം, IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, സർവീസ്, മാനേജ്മെന്റ്, കൺസൾട്ടൻസി, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിൽ 100 കണക്കിന് സ്വദേശികൾക്ക് പരിശീലനം നൽകി വരുന്നു. നിശ്ചിത ശതമാനത്തേക്കാൾ കൂടുതൽ സ്വദേശിവത്കരണം നടപ്പാക്കിയ സ്വകാര്യ സ്ഥാപനങ്ങളെ തൗത്തീൻ പാർട്ട്നേഴ്സ് ക്ലബിൽ ചേർത്ത് സർക്കാർ ഫീസിൽ 80% വരെ ഇളവ് നൽകും. സ്ഥാപനങ്ങൾ സ്വദേശിവത്കരണം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും നടക്കുന്നുണ്ട്. സംശയം തോന്നുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ടെന്ന് UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സ്വദേശിവത്കരണത്തിൽ തട്ടിപ്പ് നടത്തിയ 380 കേസുകൾ കണ്ടെത്തിയതായി UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% UAE സ്വദേശികളെ ജോലിക്ക് നിയോഗിക്കണമെന്നാണ് നിബന്ധനയുള്ളത്. എന്നാൽ ഇതിൽ തട്ടിപ്പ് നടത്തി റിപ്പോർട്ടിംഗിൽ കബളിപ്പിച്ച 380 കേസുകളാണ് തൊഴിൽ മന്ത്രാലയം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഇത്തരം തട്ടിപ്പ് നടത്തിയ 20 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അധികൃതർ നിയമ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. ഇതിനിടെ സ്വദേശികൾക്ക് പരിശീലനം നൽകാനെന്ന പേരിൽ 260 ഇമിറാത്തി യുവാക്കളെ കബളിപ്പിച്ച കമ്പനി മാനേജരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം UAEയിലെ ഇമിറാത്തി ജീവനക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 11% വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.